മോഹിനി മഹാവിഷ്ണു എടുത്ത ഏക സ്ത്രീ അവതാരം. ഹൈന്ദവ പുരാണങ്ങളിലെ സംരക്ഷകനായ വിഷ്ണുവിന്റെ ഏറ്റവും ആകർഷകമായ അവതാരങ്ങളിലൊന്നാണ് മോഹിനി അവതാരം. കൃപയുടെയും സൗന്ദര്യത്തിന്റെയും സമാനതകളില്ലാത്ത ചാരുതയുടെയും ആൾരൂപമായിട്ടാണ് മോഹിനിയെ കാണുന്നത്. മോഹിനി എന്ന പദം ഉരുത്തിരിഞ്ഞത് വ്യക്തിത്വ ഭ്രമത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. മോഹിനിക്ക് ഉണ്ടായിരുന്നതായി വിശ്വസിക്കപ്പെടുന്ന സൗന്ദര്യവും ആകർഷണവും കണക്കിലെടുക്കുമ്പോൾ അത് അനുയോജ്യമാണ്. മോഹിനി അവതരിക്കപ്പെട്ട ഏതാനും കഥകൾ നമുക്ക് നോക്കാം. സമുദ്രമന്ഥൻ. അമൃതം എന്ന അനശ്വരമായ ദിവ്യപാനീയം കടലിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അത് സ്വന്തമാക്കാനായി ദേവന്മാരും അസുരന്മാരും ഒരുമിച്ച് പ്രവർത്തിച്ചു. എന്നാൽ അസുരന്മാർ അമൃതം സ്വയം കൈക്കലാക്കാനുള്ള തന്ത്രമൊരുക്കി. ഇത് ദേവന്മാരെ വളരെ രോഷാകുലരാക്കുകയും രാക്ഷസന്മാരുടെ ദുഷ്പ്രവണതകൾ തടയാൻ മഹാവിഷ്ണു ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ മോഹിനിയുടെ രൂപം സ്വീകരിക്കുകയും ചെയ്തു. അവൾ വശീകരണ ശക്തിയും അവളുടെ ആകർഷകമായ ചാരുതയും ഉപയോഗിച്ച് അസുരന്മാരെ കബളിപ്പിച്ച് അമൃത കൈക്കലാക്കുകയും അത് ദേവന്മാർക്ക് നൽകുകയും ചെയ്തു. രാഹു എന്നു പേരുള്ള ഒരു അസുരൻ ദേവവേഷം ധരിച്ച് അമൃത കുടിക്കാൻ ശ്രമിച്ചു. പക്ഷേ സൂര്യദേവനായ സൂര്യനും ചന്ദ്രദേവനായ ചന്ദ്രനും ഉടൻ തന്നെ മഹാവിഷ്ണുവിനെ ഈ വിവരം അറിയിച്ചു. അപ്പോൾ മഹാവിഷ്ണു സുദർശന ചക്രം ഉപയോഗിച്ച് രാഹുവിന്റെ തല വെട്ടിമാറ്റി ശിരസിന് മാത്രം എന്നേക്കുമായി ജീവൻ നൽകി. ഭസ്മാസുരനെ വധിച്ചതെങ്ങനെ? ഏറ്റവും ശക്തനായ അസുരനാകാൻ ആഗ്രഹിച്ച ഒരു ദുഷ്ടരാക്ഷസനായിരുന്നു ഭസ്മാസുരൻ. ശിവനെ സന്തോഷിപ്പിക്കാനും താൻ ആഗ്രഹിച്ചത് നേടാനും അദ്ദേഹം തപസ് ആരംഭിച്ചു. ഭസ്മാസുരന്റെ വളരെ നാളത്തെ തപസ്സിനൊടുവിൽ അവന്റെ അർപ്പണബോധത്തിൽ അത്യന്തികം സന്തുഷ്ടനായ ശിവൻ ഭസ്മാസുരന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അവനോട് തനിക്ക് ഇഷ്ടമുള്ള ഏതു വരവും ചോദിക്കാമെന്ന് പറയുകയും ചെയ്തു. ഭസ്മാസുരൻ എന്നെന്നും ജീവിക്കാനുള്ള ശക്തി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ അമൃതം നൽകാൻ തനിക്ക് കഴിയില്ലെന്ന് ശിവൻ പറഞ്ഞു. അതിന് പകരമായി താൻ ആരുടെ തലയിൽ തൊടുന്നുവോ അവർ ഭസ്മമായി പോകാനുള്ള വരം അവൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ശിവൻ ആ വരം നൽകുകയും ചെയ്തു. പക്ഷേ ഭസ്മാസുരൻ തന്റെ കഴിവുകൾ ഭഗവാൻ ശിവനിൽ തന്നെ പരീക്ഷിക്കാൻ ആഗ്രഹിച്ചു. ഭഗവാൻ ശിവൻ പ്രാണരക്ഷാർത്ഥം ഓടാൻ തുടങ്ങി. അതേസമയം മഹാവിഷ്ണുവിന്റെ സ്ത്രീരൂപമായ മോഹിനി സുന്ദരിയായ ഒരു സ്ത്രീയായി അവതരിക്കുകയും ഭസ്മാസുരന്റെ ശ്രദ്ധ ശിവനിൽ നിന്നും മാറ്റുകയും ചെയ്തു. മോഹിനി അവനെ ഒരു നൃത്തത്തിലൂടെ മോഹിപ്പിക്കുകയും തുടർന്ന് ഭസ്മാസുരൻ അവളുടെ കൂടെ നൃത്തച്ചുവടുകൾ വയ്ക്കുകയും ചെയ്തു. ഭസ്മാസുരൻ അവളിൽ നിന്ന് പകർത്തിയ നൃത്തച്ചുവടായി സ്വയം തലയിൽ കൈവച്ചു. വരം നിമിത്തം അസുരൻ ഉടനെ ചാരമായി മാറി. മറ്റ് അസുരന്മാർ. വിരോചനനെ കൊല്ലാൻ മോഹിനി സഹായിച്ചതായി മറ്റൊരു കഥ പറയുന്നു. ജനനെ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന ഒരു കിരീടത്താൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. മോഹിനി അവനുമായി പ്രണയം നടിക്കുകയും അവനെ കബളിപ്പിച്ച് അവൾ അവന്റെ കിരീടം എടുത്തുമാറ്റുകയും ചെയ്തു. സ്വയം പ്രതിരോധിക്കാൻ മാർഗങ്ങളില്ലാത്തതിനാൽ മഹാവിഷ്ണുവിന് രാക്ഷസനെ കൊല്ലാൻ കഴിഞ്ഞു. മറ്റൊരു കഥയിൽ അരക എന്ന അസുരനെ കുറിച്ച് സംസാരിക്കുന്നു. അരക പവിത്രതയുടെ പ്രതിജ്ഞ എടുത്തിരുന്നു. ഒരു സ്ത്രീയെ നോക്കുക പോലും ചെയ്തിട്ടില്ലാത്തതിനാൽ അവൻ വളരെ ശക്തനായിരുന്നു. തുടർന്ന് മോഹിനി അവനെ കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിഞ്ഞ് 3 ദിവസത്തിന് ശേഷം ശുദ്ധനായിരിക്കുമെന്ന അരകയുടെ വാഗ്ദാനം ലംഘിക്കപ്പെടുന്നു. തുടർന്ന് ശ്രീകൃഷ്ണൻ അവനെ യുദ്ധത്തിൽ എളുപ്പം വധിക്കാൻ സാധിച്ചു. മഹാവിഷ്ണുവിന്റെ സ്ത്രീരൂപമായ മോഹിനി അവതാരത്തിന്റെ ഐതിഹ്യം കൗതുകകരവും രസകരവുമാണ്. നൂറുകണക്കിന് വർഷങ്ങളായി മോഹിനിയുടെ സൗന്ദര്യത്തിലും ആത്മീയ സാന്നിധ്യത്തിലും ആളുകൾ മയങ്ങുന്നു. അറിവും ഉയർന്ന ശക്തിയുടെ സഹായവും ഉപയോഗിച്ച് ഏറ്റവും ആകർഷകമായ മിഥ്യാധാരണകൾ പോലും തകർക്കാൻ കഴിയുമെന്ന ആശയത്തിന്റെ പ്രതീകമാണ് അവൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള പുരാണ കഥകൾക്കായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.